നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ലക്ഷ്മിയമ്മ പൂർണിമയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ഒരുങ്ങുവാണ്. പൂർണിമയെ മാത്രമല്ല, മക്കളെയും മക്കളോടും മരുമക്കളോടും എല്ലാവരോടും ഇറങ്ങാനായിട്ടാണ് ലക്ഷ്മിയമ്മ പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് അച്ചുവിനായിരുന്നു ഏറ്റവും കൂടുതൽ ദേഷ്യം. പിന്നീട് ആ നോട്ടീസൊക്കെ അങ്ങോട്ട് കാണിക്കണം. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പൊന്നുമടത്തിലെ മാധവമേനന്റെ ഭാര്യ മഹാലക്ഷ്മിയാന്നുള്ള കാര്യം. പിന്നെ ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ അച്ചുവിനോ പൂർണ്ണിമയ്ക്ക് ഒന്നും സാധിക്കുമായിരുന്നില്ല. അല്ലെങ്കിലും പൂർണ്ണിമയ്ക്കറിയാം, അവര് വന്ന് അവകാശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടവളാണ്. പിന്നീട് പൂർണ്ണിമയുടെ ലക്ഷ്മിയമ്മ പറഞ്ഞു, കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണമെന്ന് പറയണം. ഋതു പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ എന്താളും ഇറങ്ങാൻ ഒരുക്കുമല്ലെന്ന് പറയണേ. നിങ്ങളൊരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങണം എന്നാണ് നിങ്ങൾ പറയണേ. ലക്ഷ്മി പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നിയമപരമായിട്ട് എനിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട വരും എന്ന് പറയണം. അതിനു വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിട്ടാ വന്നിരിക്കുന്നത്. ഇറങ്ങാൻ മനസ്സിൽ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞു. പ്രതാപൻ ചോദിച്ചു, അതെന്താ നിങ്ങളൊക്കെ പറയണേ? നിങ്ങളൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയണോ ഇവിടുന്ന് ഇറങ്ങണോന്ന്? അതെ, പൊന്നുമടത്തെയും മാധവനന്റെ മക്കളും ഭാര്യയെ നിൽക്കുന്നേ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, മക്കളും ഭാര്യയാണ് പോലും. ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ക്ഷേത്രത്തിൽ വെച്ച് വെറുതെ ഒരു മാല ഇട്ടുകൊണ്ട് ഭാര്യയൊന്നും ആയില്ല. അതിന് നിയമസാധുത വേണമെങ്കിൽ നിയമപരമായിട്ട് വിവാഹം കഴിക്കണം. അങ്ങനെ മാധവമേനൻ നിയമപരമായിട്ട് വിവാഹം കഴിച്ച ഒരേ ഒരു ആള് മാത്രമേ ഉള്ളൂ, അത് ഞാനാണ്. ഈ നിൽക്കുന്ന ലക്ഷ്മിയാന്ന് പറയണം. അപ്പോഴേക്കും പൂർണ്ണിമയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് ലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പോൾ ഇറങ്ങണോ അതോ നിങ്ങളുടെ കയ്യെ പിടിച്ചിറക്കണോ എന്ന് ചോദിക്കുകയാണ്. പൂർണ്ണിമ അച്ചുവിനെ ഋതുവിനെ എല്ലാവരെയും നോക്കി. കാരണം ഇനിയിപ്പം നിവൃത്തിയില്ലെന്ന് മനസ്സിലായി, ഇറങ്ങാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നീട് പൂർണ്ണിമ അവരോട് ബാ ഇറങ്ങാന്ന് പറയണം. പിന്നെ ഇറങ്ങുന്നതൊക്കെയുള്ള ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സാധനം എടുത്തോണ്ട് ഇറങ്ങാൻ പറ്റില്ല, നിങ്ങളുടെ ഡ്രസ്സ് അല്ലാതെ. ബാക്കി എല്ലാ സാധനങ്ങളും അറിയാലോ മാധവ മേനന്റെയാണ്, അതിൻ്റെ അല്ലേ അവകാശം എനിക്കാന്ന് പറയണം, അത് നിങ്ങൾക്കല്ലാന്ന് പറയണം. അതോടെ കേട്ട് കഴിഞ്ഞപ്പം അച്ചുവിന് നല്ല ദേഷ്യം വന്നു. കാരണം ഇവര് മനഃപൂർവ്വമാണ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ പിന്നില് വേറെ ആരെങ്കിലും ഉണ്ടോ എങ്ങനെയാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അവരെ പുറത്തിറക്കി നിർത്തിയേക്കുവാണ്. ഈ സമയത്ത് ശ്രീഹരി സേതുവിനെ വിളിക്കുന്നുണ്ട്. സേതുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്, ഇങ്ങനെ ഇന്നെ പ്രശ്നങ്ങളാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സേതുവിന് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അമ്മ മേലിടത്തേക്കാന്നും പറഞ്ഞ് ഇറങ്ങിയത് പൊന്നുമടത്തിലേക്കാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പല്ലവിയെയും വിളിച്ചോണ്ട് സേതു അപ്പൊ തന്നെ നേരെ പൊന്നുമടത്തിലേക്ക് വരുവാണ്. പൊന്നുമടത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എല്ലാരെയും ഇറക്കി വിട്ടിട്ട് ലക്ഷ്മി അമ്മ അകത്തേക്ക് അങ്ങോട്ട് കയറി. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാധവന്റെ വലിയൊരു ഫോട്ടോ ഇരിക്കുന്നുണ്ടോ, അതെടുത്തോണ്ട് വന്ന് ഒറ്റ ഏറെറിയണം ആ പുറത്തേക്ക്. എന്നാ ഇതും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറയണേ, ഇതിന്റെ ഇവിടെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. അത് കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനും ഋതുവിനും പൂർണ്ണിമയ്ക്കെല്ലാം ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മാധവമേനന്റെയാണ് ആ വീട് പോലും. എന്നിട്ടോ ലക്ഷ്മി അമ്മ അതിനകത്ത് കയറി ഭാര്യ എന്ന നിലയിൽ അധികാരം സ്ഥാപിച്ച് മാധവമേനനും കൂടെ അവരോടൊപ്പം പടിയടിച്ച് ഇറക്കി വിടുന്ന രീതിയാണ് കാണിക്കുന്നത്. മരിച്ച ആളാണ്, അയാളുടെ ഫോട്ടോ പോലും അവിടെ കാണില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ലക്ഷ്മി അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോഴേക്കുമാണ് സേതുവും പല്ലവിയും അങ്ങോട്ട് വരുന്നത്. സേതുവും പല്ലവിയും വന്നു കഴിഞ്ഞപ്പോ പൂർണ്ണിമ, ഋതു, അച്ചു അവരെല്ലാരും കൂടെ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. പല്ലവി വന്നിടിച്ചു, എന്താ അമ്മേ എന്തൊക്കെയാന്ന് ചോദിക്കണം. അത് കേട്ടപ്പത്തേനും ഇന്ദ്രൻ വന്നിട്ടുള്ള എന്താവാനായിട്ട്, മാധവമേനോന്റെ നിയമപരമായിട്ടുള്ള ഭാര്യ വന്ന് ബാക്കിയുള്ളവരെ ഇറക്കി വിട്ടു. അത് കേട്ടപ്പോ സേതുവിന് ഒട്ടും സഹിച്ചില്ല. സേതു എന്നിട്ട് ചോദിച്ചു, എന്താ അച്ചു നിങ്ങളിതെല്ലാം ഉണ്ടായിട്ടാണോ? നിങ്ങൾ എന്താ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കണം. ഞങ്ങൾ എന്ത് പറയാനായിട്ടാ എന്നൊക്കെ ചോദിക്കണം. ശരി, ഞാനൊന്ന് കണ്ടിട്ട് വട്ടെ അമ്മയെ, കണ്ടിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് സേതു അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അകത്തുണ്ടായിരുന്ന ലക്ഷ്മിയമ്മ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ വലിയ ആളും കളിച്ചോണ്ട് അവിടെ കാലുമേ കാല് കയറ്റി വെച്ചിരിക്കുകയാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സേതുവിന് നല്ല ദേഷ്യം വന്നേ. സേതു എന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നറിയാവോ? അമ്മ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ കാണിക്കുന്നേ? പൂർണ്ണിയാമ്മേനെയൊക്കെ എന്തിനാ അമ്മ ഇവിടുന്ന് ഇറക്കി വിട്ടേന്നൊക്കെ ചോദിക്കുകയാണ്. അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട്, ഇത്രയും കാലം എന്റെ ഔദാര്യത്തിൽ അവരിവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നേ. ഇനി ആ ഔദാര്യം കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാനതങ്ങ് തിരിച്ചെടുത്തെന്ന് പറയണം. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, അമ്മ ഈ കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒന്നുമല്ലേലും അച്ഛന്റെ ഭാര്യയും മക്കളുമാണ്, അവർക്കും ഈ വീട്ടിൽ അവകാശമുണ്ട്. അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. അവകാശം ഉണ്ടെന്നാ നീ പറയണേ? നീ കൂടുതൽ അവകാശം അധികാരം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണ്ട. അപ്പോഴേക്കും പല്ലവിയും കൂടെ കയറി വന്നു. പല്ലവി വന്നിട്ട് പറഞ്ഞു, അമ്മേ
ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പൂർണ്ണയാമ്മ മക്കൾ എങ്ങോട്ട് പോകുന്നു ഓർത്തിട്ടാ. ഏ ഇതൊട്ട് ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ. അതെ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതുപോലെ ഞാൻ ചെയ്തോളാം. എനിക്ക് ആരുടെയും കൂടുതൽ ഉപദേശങ്ങളും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, അമ്മേ അവരെങ്ങോട്ട് പോവാനായിട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വീടും ഇതും ചുറ്റി പറ്റിയിട്ടല്ല ഇത്രയും കാലം അവർ കഴിഞ്ഞുകൊണ്ടിരുന്നേ. പെട്ടെന്നൊരു നിമിഷം ഇറക്കി വിടാന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ശരിയാവുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് അവരോട് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറേ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആ സമയം കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് നിവൃത്തിയുള്ളൂ. അറിയാലോ, ഇത്രയും കാലം എൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ എടുത്ത് വിനിയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ പറയുന്ന പൂർണിമ. ഇനി പക്ഷെ എനിക്കതിന് ഒരുക്കമല്ല, ഞാനതിന് തയ്യാറുമില്ല. എൻ്റെ ജീവിതം തല്ലിക്കെടുത്തിയിട്ടാ അവൾ ഇവിടെ വന്ന് സുഖിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയെങ്കിലും ഞാൻ എൻ്റെ ജീവിതം നോക്കണം. അപ്പോഴേക്ക് സേതു പറഞ്ഞു, അമ്മ ഈ കാണിക്കുന്ന നെറുകേടാ. ഓ, അത് പറയാൻ നീ ആരടാ? നിനക്ക് എന്ത് യോഗ്യതയുള്ളേ? എൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. സേതുവിന് ദേഷ്യമായി. സേതു പറഞ്ഞു, അമ്മ അനാവശ്യം പറയരുത്. അമ്മയോട് ഞാൻ ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് അമ്മ ഈ കാണിക്കുന്നത് ശരിയാന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അമ്മ ഈ കാണിക്കുന്ന നെറുകെട്ട പരിപാടിയാന്ന് പറയാ. ഓ, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോ? മര്യാദയ്ക്ക് കടന്നു പോയിക്കോളാം. നിന്നിവിടെ കണ്ടുപോയേക്കളെന്ന് പറഞ്ഞോണ്ട് സേതുവിനെ അടിക്കാനായിട്ട് കൈ പൊക്കോണ് ലക്ഷ്മിയമ്മ. സേതു ഒട്ടും പഠിച്ചില്ല. ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. മുമ്പ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ അടിക്കുവാണെങ്കിൽ ആ അടി കൊണ്ട് നിന്നേരം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എന്ന് പറയാണ്. എൻ്റെ നേരെ കൈ ഓങ്ങി അടിക്കാനുള്ള എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളേ? നിങ്ങൾ എന്നെ നേരെ ചൊവ്വെ വളർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇനിയിപ്പം ഞാൻ എന്തോ വലുതും കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്നെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് വരുന്നത്. അതിനുള്ള ഒരു യോഗ്യതയില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും തലയിടാൻ വന്നിട്ടില്ല. നിങ്ങൾ മേലെടുത്ത തറവാട്ടിൽ സുഖമായിട്ട് കഴിഞ്ഞോട്ടെ എന്ന് കരുതി മാത്രമാ. അല്ല, നിങ്ങൾക്കിപ്പോൾ എന്ത് ഇതുണ്ടായിട്ടാ നിങ്ങളിവിടെ അടിച്ചിറക്കി വിടുന്നേ? ഈ വീട് ഉപേക്ഷിച്ച് പോയവളല്ലേ? എന്നെ എൻ്റെ അച്ഛനെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മാധവമേനന്റെ ഭാര്യ എന്ന് പറഞ്ഞിങ്ങോട്ട് കയറി വന്നിരിക്കുന്നേ? അധികാരം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമായിട്ട്. മേലെടുത്ത് പോയി അവിടെ ഉണ്ടല്ലോ ഒരു കുടുംബം, അതിനകത്തൊരു മകളും ഉണ്ട്. എന്നിട്ട് ഇപ്പൊ അവിടുന്ന് അടിച്ചിറക്കി വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അധികാരം സ്ഥാപിക്കാണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നോ? അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, വേണ്ട സേതുവേട്ടാ. പറയാതിരിക്കാൻ പറ്റില്ല പല്ലവി. വേണ്ടെന്ന് കരുതി ഇത്രയും കാലം ഞാൻ ഇരുന്ന. പക്ഷെ ഇനി എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പൂർണ്ണാമ എന്ന് പറഞ്ഞ ഇന്ന് വരെ എന്നെ മോനെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇതുവരെ എന്നെ സ്വന്തം മോനല്ല, അല്ലെങ്കിൽ അങ്ങനെ രീതി കണ്ടിട്ട് പോലും ഇല്ല. സ്വന്തം മക്കളെക്കാരും കാര്യമായിട്ടാ പൂർണ്ണാമ എന്നെ കരുതുന്നേ. ആ അമ്മയെ നിങ്ങളോട് ഇറക്കി വിട്ടെ. ആ അമ്മ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നേ. ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞോണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്യടാ, നീ വിളിച്ചിറക്കിയോണ്ട് പോ. കൂടെ താമസിപ്പിക്കുന്ന നിന്റെ അമ്മയെന്ന് പറയണ. അതെ, ഞാൻ താമസിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ, ആട്ടി ഇറക്കി വിട്ട് അവരെ ഞാനിവിടെ കയറ്റുക തന്നെ ചെയ്യും. പൊന്നുമടത്തിലെ മാധവമേനന്റെ മകന് സേതുവാ പറയണേ. അറിയാലോ, ഇനിയിപ്പൊ എന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് സംശയമൊന്നും ഇല്ലോ അല്ലേ? അല്ല, ഞാൻ നിയമപരമായിട്ടുള്ള മകൻ തന്നെയാണല്ലോ. അപ്പൊ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. മാധവമേനന്റെ മകനാണെങ്കിൽ ഞാൻ അമ്മയെ വെല്ലുവിളിക്കുക. ഞാൻ അവരെ ഈ വീട്ടിൽ തിരിച്ചു കയറ്റിയിരിക്കും. അറിയാലോ, ഈ വീടിന്റെ അധികാരിയായിട്ട്. ഇത് സേതുവിന്റെ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ കൂട്ടിക്കോളാൻ പറഞ്ഞു. ലക്ഷ്മി അമ്മയെ വെല്ലുവിളിച്ചു. അങ്ങനെ വെറുതെ വിടാനായിട്ട് സേതു ഒരുക്കം ആയിരുന്നില്ല. ഇത്രയും നാളും മേലെടുത്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അധികാരം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. അതും താൻ എന്തോ വലിയ തെറ്റി എന്നുള്ള മട്ടില്. അപ്പോഴേക്കും പല്ലവി സേതുവിനോട് പറഞ്ഞു, വേണ്ട സേതുവേട്ടാ, ഇറങ്ങി വരാനൊക്കെ പറഞ്ഞ് സേതുവിനെ കയ്യെ പിടിച്ച് പുറത്തിറക്കിക്കൊണ്ട് വന്നു. ആ സമയം ഇന്ദ്രൻ പറഞ്ഞു, ഞാനൊന്ന് പോയി സംസാരിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ ആളും കളിച്ച് അങ്ങ് അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ ഇന്ദ്രൻ ചെല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇന്ദ്രൻ അവരോടൊപ്പം കൂടാൻ വേണ്ടിയിട്ടാ ചെല്ലുന്നേ. പക്ഷെ അത് ഇന്ദ്രന് പുറത്ത് പറയുന്നില്ല. ഇന്ദ്രൻ എന്തോ വലിയ കോംപ്രമൈസ് ആക്കാന്ന രീതിയിൽ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോന്നതിനെ ഇന്ദ്രൻ ചെന്നിട്ട് ലക്ഷ്മിയമ്മോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ചെയ്ത് കുറച്ച് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. അവർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലുണ്ട് പൂർണിമയ്ക്ക്. അത് മാത്രമല്ല, സേതു ഉണ്ടല്ലോ, അവനാണ് എല്ലാത്തിൻ്റെയും പിന്നില്. അവനാണ് ഈ ചതികളൊക്കെ നിങ്ങളോട് ചെയ്തിരിക്കുന്നത്. അവൻ പല ചതികളും ചെയ്തിട്ടുണ്ട്. അവൻ ഈ കാണുന്ന പോലെ ഒന്നും അല്ല ആള്. നിങ്ങളൊന്ന് സൂക്ഷിച്ചോ, ചിലപ്പോൾ നിങ്ങളെ കൊല്ലാൻ പോലും അവൻ മടിക്കില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല ഇന്ദ്രാന്ന് പറയണം. നടക്കില്ലോ, അവനെക്കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷം കുത്തി നിറച്ചു വെക്കുന്നുണ്ട് ലക്ഷ്മിയമ്മയുടെ മനസ്സിലേക്ക്. അന്ന് ആ സ്വന്തം മോനെക്കുറിച്ച് അവര് ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. മരിക്കാറായി കിടന്നു കഴിഞ്ഞപ്പം ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നാണ്. ഇത്രയും കാലം സംരക്ഷിച്ചാണ്. അപ്പൊ ഈ പറയുന്ന ഇന്ദ്രൻ പറയണേ, വേണു പറയുന്നതൊക്കെയാണ് ലക്ഷ്മിയമ്മയ്ക്ക് ഭേദവാക്യം. ആ സമയത്ത് സേതു വന്ന് പൂർണ്ണിമയോടൊക്കെ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും, ഞാനല്ലേ ഉള്ളേന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കാണ് കുറുപ്പാമോൻ അങ്ങോട്ടേക്ക് വരുന്നത്. കുറുപ്പാമോൻ വന്നിട്ട് എന്താ
എന്താന്നൊക്കെ ചോദിച്ച് കഴിയുമ്പത്തേനും കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം കുറിപ്പേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും പൂർണ്ണിമേ? അവരാണ് നിയമപരമായിട്ടുള്ള ഭാര്യ. നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി കൊടുത്തേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ബലം പിടിച്ച് വേണമെങ്കിൽ ഇറക്കി വിടാം. അത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു, അല്ല ഈ വിൽപത്രമൊക്കെ എഴുതി വെച്ചിരിക്കുന്നതല്ലേ നേരത്തെ മാധവേണ്ണ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഇപ്പൊ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും മാറാം. അല്ലാതെ ഇവിടെ പിടിഞ്ഞ് കുത്തി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. സേതു പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ഞാൻ വാടകയ്ക്കൊരു വീട് എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്താണെങ്കിലും എൻ്റെ അമ്മയും പെങ്ങന്മാരും നിങ്ങൾ ആരും നടുറോഡിൽ കഴിയേണ്ടവരല്ല. നിങ്ങൾക്കൊരാപത്ത് വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുമോ? അച്ഛന് നിങ്ങളെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും മുകളിലിരുന്നാലും അച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ട് ഞാനൊരു വാക്ക് തരാം, ഞാൻ ജീവിച്ചിരിക്കുന്നോളം നിങ്ങൾ ഒരിക്കലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരത്തില്ല. ഞാൻ നിങ്ങളെ നോക്കും അമ്മേ എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമേ അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ഋതുവിനെ അച്ഛനെയൊക്കെ. അച്ഛനും ഋതുവിനൊക്കെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഋതുവിന് വേണമെങ്കിൽ ഈ പറയുന്ന ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ദ്രനും അവർക്ക് പോവാം. പക്ഷെ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ലല്ലോ. കാരണം അവർക്ക് പോകാനായിട്ട് വേറെ ഇടമില്ല, ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറയുന്ന ലക്ഷ്മിയമ്മയുടെ പോലെ അത്ര തകൃതിയും തൻ്റെ ഇടം കാര്യങ്ങളൊന്നും പൂർണ്ണിമയ്ക്കില്ല. സേതു മാധവന്റെ കീഴിൽ അല്ല, മാധവന്റെ കീഴിൽ കഴിഞ്ഞു. പിന്നീട് സേതു വന്നു കഴിഞ്ഞപ്പോൾ സേതുവാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും കണ്ണടിച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പൂർണ്ണിമയുടേത്. പൂർണ്ണിമ ഇരുന്ന് കരയണ സമയത്ത് സേതുവിന് സഹിച്ചില്ല. സേതു പറഞ്ഞു, അതെ ഇനി ഇവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, അമ്മ വാ, അമ്മ പേടിക്കൊന്നും വേണ്ട. ഈ സേതു ഉള്ളിടത്തോളം കാലം അമ്മയെ പൊന്നു പോലെ നോക്കിക്കോളാം. അമ്മയ്ക്ക് ഇവിടുത്തെ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ സേതു വാങ്ങി തരുമെന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, വേണ്ട മോനെ, എനിക്കൊരു അധികാരം അവകാശം ഒന്നും വേണ്ട. എനിക്ക് അങ്ങനെ വേണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. ഇറങ്ങാനുള്ള എനിക്ക് താല്പര്യം. പക്ഷെ ബാക്കി ഋതു നിറവയറുമായിട്ടാണ് നിൽക്കുന്നത്. ഋതു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സേതുവും പല്ലവിയും അച്ചു ശ്രീഹരിയൊക്കെ ഉണ്ടല്ലോ. അച്ചു ശ്രീഹരിക്ക് അങ്ങോട്ട് പോകാനായിട്ടാ. ഒടുവിൽ അവരാ വാടക വീടെടുത്ത വീട്ടിലേക്ക് അങ്ങനെ ഇറങ്ങുവാണ്. പക്ഷെ അതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കമല്ലായിരുന്നു അവനും. കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് തെളിയിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഒടുവിൽ ആ സത്യങ്ങളൊക്കെ സേതു കണ്ടെത്തുവാണ്. ഇതിന് പിന്നിൽ ആരാ കളിച്ചതെന്ന്, ഇന്ദ്രന് ഇതിന് പിന്നിൽ പങ്കുണ്ട്, ഇന്ദ്രനും കൂടെ കൂടിയിട്ടാണ് ഇതുപോലെ ഒരു ഡ്രാമ കളിച്ചതെന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുവാണ്. അപ്പൊ ലക്ഷ്മി അമ്മയുടെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ഇന്ദ്രനാണ്. അത് മാത്രമല്ല, പിന്നീട് സേതു മകനാണല്ലോ. അപ്പൊ സേതുവിന് മാധവമ്മന്റെ സ്വത്തിലും കാര്യങ്ങളും എല്ലാ അധികാര അവകാശങ്ങളും ഉണ്ട്. അങ്ങനെ സേതു ഒടുവില് ആ സത്യങ്ങളൊക്കെ കണ്ടെത്തിയതിന് ശേഷം പൂർണ്ണിമേനെ മക്കളെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അവർക്കും അതിനകത്ത് അവകാശമുണ്ട്. കാരണം ഈ പറയുന്ന ലക്ഷ്മിയുടെ പേരിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നും മേൽപത്രമൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മാധവമേനോന്. അപ്പം അതൊക്കെ അവർക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ട് സേതു പോരാടുന്നുണ്ട്. അതിനുശേഷം അതൊക്കെ നേടിക്കൊടുക്കുന്നുമുണ്ട്. ലക്ഷ്മിയമ്മയുടെ അഹങ്കാരമൊക്കെ തീരും. കാരണം സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സേതു ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതിന്റെ പിന്നിൽ ഇന്ദ്രനാന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിയുമ്പോൾ ലക്ഷ്മിയമ്മ കാലെ കയ്യെ പിടിക്കാൻ ചെല്ലും സേതുവിന്റെ. പക്ഷേങ്കിൽ സേതു പിന്നെ ലക്ഷ്മിയമ്മയെ വിശ്വസിക്കില്ല, കൂടെ കൂട്ടത്തുമില്ല. സേതുവിന് മനസ്സിലായി. കാരണം ഇത്രയും ദിവസം കൊണ്ട് തന്നെ ഇതുപോലെ തീറ്റിച്ച് ഈ വീട്ടിൽ നിന്ന് പൂർണ്ണിയാമ്മനെയൊക്കെ ഇറക്കി വിട്ടല്ലേ. അപ്പൊ പിന്നെ ലക്ഷ്മിയമ്മയുടെ കൂടെ നിൽക്കാനായിട്ട് സേതുവിന് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എത്രയൊക്കെ തരികട പരിപാടികൾ ഇന്ദ്രൻ കാണിച്ചാലും ഒടുവിൽ ആ പ്ലാനൊക്കെ ഇല്ലാതാകും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.